പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ യേശു പറയുന്നു, ലോകത്തിൽ നിന്നും അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ്. ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ പിടിയിലാണ്. അവൻ മനുഷ്യ മക്കളെ നശിപ്പിക്കുവാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നത്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വെളിപാട് 12:12 തിരുവചനം പറയുന്നു, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തിന്മയുടെ ശക്തിയാണ് പിശാച്. അവൻ പ്രലോഭനങ്ങളിൽ നമ്മെ വീഴ്ത്തും. നമ്മുടെ ആത്മാക്കളെ നശിപ്പിക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. അവൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് പഠിപ്പിച്ചത്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 14:38 യേശു പറയുന്നുണ്ട്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഈശോയുടെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മൾ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. പ്രാർത്ഥനയിലൂടെ നാം ശക്തി പ്രാപിക്കണം. നമ്മുടെ സമൂഹത്തിൽ 2 തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ആത്മീയ മനുഷ്യരും ഭൗമിക മനുഷ്യരും. ആത്മീയ മനുഷ്യർ തൻ്റെ ആത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കും. പ്രാർത്ഥനയിലൂടെ അവർ ശക്തി പ്രാപിക്കുകയും ചെയ്യും. എന്നാൽ ഭൗമിക മനുഷ്യൻ ഈ ലോക കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ലോക വസ്തുക്കൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജഡിക പ്രവണതകളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ 6:63 തിരുവചനം പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യേശുവിൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നത്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ ഭാഗിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ എന്ന്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് തിന്മകളിൽ നിന്ന് അകന്ന് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.